സാർ, മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ ഗൂഗിൾ പോലത്തെ കമ്പനീസിൽ കയറാൻ എത്ര കോഡിംഗ് ലാംഗ്വേജ് അറിയണം? ഏതോ മൈക്രോസോഫ്റ്റിലോ ഗൂഗിളിലോ അല്ലാന്നെങ്കിൽ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യൻ ജൂനിയറിൽ എടുക്കണമെങ്കിൽ നമുക്ക് ഇൻഫോസിസും TCS ഒക്കെ കൺസിഡർ ചെയ്യും. അവിടെയൊക്കെ ജോബിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഏത് വിചാരിക്കുന്നത് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നോളജൊന്നും വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഒറ്റ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് മാത്രം ഉണ്ടായിരുന്നാൽ മതിയാവും. കോർ എഞ്ചിനീയറിംഗ് ജോബ്സിൽ വലിയ കമ്പനീസ് ഒക്കെ നോക്കുന്നത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഡേറ്റ സ്ട്രക്ചറിലോ ഒബ്ജക്റ്റ് പ്രോഗ്രാമിങ്ങിലൊക്കെ ഉള്ള നോളജ് ആയിരിക്കും. കമ്പനികൾക്ക് എപ്പോഴും നിങ്ങളുടെ ടെക്നിക്കൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസിനെ കുറിച്ചാണ് അറിയേണ്ടത്. നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നെ നിങ്ങൾ ലോജിക്കലി എങ്ങനെ ചിന്തിക്കും എന്നുള്ളതും ഒക്കെയാണ് അറിയേണ്ടത്. അല്ലാതെ നിങ്ങളൊരു സിൻടാക്സ് കാണാതെ പഠിക്കാൻ ശ്രമിക്കും. അപ്പം എന്തിനാണ് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രെയിംവർക്ക്സ് എല്ലാവരും പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രൊജക്ട് ബേസ്ഡ് പ്രൊജക്റ്റിന് അനുസരിച്ചിട്ടാണ്. അതായത് നമുക്ക് ജോബ് ലഭിക്കാനായിട്ട് മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒറ്റ ലാംഗ്വേജിൻ്റെ ആവശ്യമുള്ള അല്ലെങ്കിൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് മതി. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് ചെയ്യുന്നത്, നമുക്ക് വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ ഡെഫിനറ്റ്ലി HTML-ൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഡിസൈനിങ് പാർട്ടായിട്ട് CSS-ൻ്റെ നോളജിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് അതിൻ്റെ ഫ്രണ്ട് എൻഡ് പർപ്പസിനായിട്ട് ഡൈനാമിക് ആക്കാൻ ജാവാസ്ക്രിപ്റ്റിൻ്റെ നോളജ് ഉണ്ട്. അപ്പം നമ്മൾ അതൊരിക്കലും ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷേ അത് ഭയങ്കര ഹാർഡായിരിക്കും. അത് ഹാർഡ് കോർ കോഡൊക്കെ ചെയ്യണം. അത് ഒരുപാട് സമയം കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ലാംഗ്വേജ് പഠിക്കുന്ന നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് സമയം ലാഭിക്കാൻ പറ്റും. നിങ്ങൾക്ക് പ്രൊജക്റ്റിൽ കുറച്ചും കൂടെ ക്വാളിറ്റി ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ്. സോ എനിക്ക് ഇതിനോട് പറയാനുള്ളത് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൾവേസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി. സോ ഏതെങ്കിലും ഒന്നിൽ ക്വാളിറ്റേറ്റീവ് ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക.